നമസ്കാരം, വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ നൽകിയതായി വനംവകുപ്പ് അധികൃതർ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. സരോജിനിയുടെ കുടുംബത്തിന് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലുടൻ നഷ്ടപരിഹാര തുക നൽകും. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. പ്രിയങ്ക ഗാന്ധി എംപിയുടെ പ്രതിനിധി VS ജോയിയാണ് വിഷയം ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചത്. വന്യമൃഗങ്ങളുടെ ആക്രമങ്ങളെ ലാഘവത്തോടെ കാണരുതെന്ന് വി. അബ്ദുൽ ഹമീദ് MLA യോഗത്തിൽ പറഞ്ഞു. വന മേഖലയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് ഭീതിയില്ലാതെ ജോലിക്ക് പോകാനുള്ള സാഹചര്യമൊരുക്കണം. വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ സുരക്ഷാവേലി ശക്തമാക്കണമെന്നും MLA പറഞ്ഞു. കാട്ടാനകൾ ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വനംവകുപ്പ് രാത്രികാല പട്രോളിംഗ് നടത്തേണ്ടതുണ്ടെന്നും 18 കിലോമീറ്റർ സുരക്ഷാവേലി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കൂടുതൽ സ്ഥലത്ത് ഫെൻസിംഗ് നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ചമ്രാട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ചയടയ്ക്കാൻ 3.5 വർഷമായിട്ടും സാധിച്ചിട്ടില്ലെന്നും ജില്ലാ കളക്ടർ നേരിട്ടിടപെട്ട് പരിഹാരം കാണണമെന്നും P. നന്ദകുമാർ MLA ജില്ലാ വികസന സമിതി യോഗത്തിൽ പറഞ്ഞു. പൊന്നാനി സിവിൽ സ്റ്റേഷനിൽ നിർമ്മിക്കുന്ന അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. സാങ്കേതിക അനുമതിക്കായി എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്നും അത് ചീഫ് എഞ്ചിനീയർ പരിശോധിച്ചു വരികയാണെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വെട്ടന്യൂസ് മലപ്പുറം.